നമസ്കാരം. ഇലക്ഷനോടനുബന്ധിച്ച് ഭരണം കൈവിട്ടു പോകും എന്ന തിരിച്ചറിവിനോടനുബന്ധിച്ച് പല പേരുകളിൽ പല യാത്രകളും പല പരിപാടികളും പല പ്രസംഗങ്ങളും തള്ളിമറിക്കലുകളും ഒക്കെ സഖാക്കൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഒഴിഞ്ഞ കസേരകളൊക്കെ നിർമ്മിതമാണെന്നും 10,000-കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളാണ് അതിൽ പങ്കെടുക്കുന്നതെന്നും ഭരണവിരുദ്ധ വികാരം എന്നൊരു സാധനമേ നമ്മുടെ സർക്കാരിനോടില്ല, മൂന്നാം പിണറായി സർക്കാർ ലോഡിങ്ങിലാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇവർ പറഞ്ഞു നടക്കുന്നത്. പക്ഷെ പ്രസംഗിക്കാൻ സ്റ്റേജിൽ കയറുമ്പോൾ ഇവരൊക്കെ എത്ര ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ ഒന്നിച്ചടിച്ച് കുടിച്ചിട്ട് കയറിയാലും ഒരു പവർ കാണത്തില്ല, ശബ്ദത്തിന് ഒരു കനം കാണത്തില്ല. പക്ഷെ അവർക്കില്ലാത്ത കനം ഉണ്ടല്ലോ ഇവരുടെ ഭരണം മൂലം ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ കനത്തിലുള്ള ഒരു പ്രതികരണം സർവ്വസാധാരണക്കാരിയായ ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഞാൻ കേട്ടു. വളരെ സംതൃപ്തി തോന്നി, സമാധാനം. ഇവനെ തന്നെ ഇരുത്തി ഇവനെ തറയിൽ തുറപ്പെടുത്ത് ഈ പ്രാവശ്യം കയറിയിരിക്കണം. പെണ്ണുങ്ങൾ ചാണാമുക്കി അടി തുടങ്ങും. സഹികേടിന്റെയും ഗതികേടിന്റെയും അങ്ങേ അറ്റത്ത് ചെന്ന് കഴിയുമ്പോൾ മനുഷ്യരുടെ ഉള്ളിൽ നിന്ന് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പവറുണ്ടല്ലോ, അതിന് ബംഗാളികൾക്കൊന്നും കൊട്ടേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് വലിയ വലിയ താത്വികാചാര്യ പട്ടമൊന്നും നേടേണ്ട ആവശ്യമില്ല. ഭൗതികവാദവും വൈരുദ്ധ്യാത്മക ഭൗതികവാദവും ഒരു വാദത്തിൻ്റെയും ആവശ്യമില്ല, ഒരു പാണ്ഡിത്യം ആവശ്യമില്ല. ഒരു പച്ച മലയാളത്തിലാണ് പറയേണ്ടത് പറഞ്ഞത്. അതിന്റെ പവർ കണ്ടോ? അനുഭവിക്കുന്നവരാണ്, അനുഭവിക്കുന്നവരാണ്. അതിന് ഒരു മാറ്റമില്ല. അന്ന് ഞങ്ങളെ പോലെയുള്ള ജനങ്ങൾ ഒരുമിച്ച് നിന്ന് അടിച്ചിറക്കുക. ഇത്രയും മോശമായിട്ടുള്ള ഭാഷ സർവ്വസാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കേൾക്കേണ്ടി വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ കാര്യം എടുത്താൽ മതി, കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ആ ഒരു ഒറ്റ കാര്യം ചിന്തിച്ചാൽ പോരെ. ഏതെങ്കിലും രാഷ്ട്രീയ വിരോധം കൊണ്ടാണോ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇതൊക്കെ പറയുന്നത്? നിങ്ങൾക്ക് വോട്ട് തന്നവർക്കാണ് ഇരട്ടി അമർഷം. എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാണല്ലോ, ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും എന്ന് ഞങ്ങളോട് പറഞ്ഞത് കേട്ട് വിശ്വസിച്ചാണല്ലോ ഞങ്ങൾ വോട്ട് തന്നത്. അത് പാഴായി പോയല്ലോ, ഞങ്ങളുടെ ജീവിതം ഈ 10 വർഷം കൊണ്ട് നശിച്ച് നാറാണക്കല്ല് പിടിച്ചല്ലോ എന്നുള്ള ആ ഒരു ഒറ്റ രോഷമുണ്ടല്ലോ, അത് മതി നിങ്ങളെ ഇല്ലാതാക്കാൻ. ഈ മനുഷ്യരുടെ രോഷം അത് ശാപമാണ്, മനുഷ്യരുടെ കണ്ണീര് ശാപമാണ്. മാധ്യമങ്ങളിൽ വാർത്ത മാത്രമല്ല നമ്മൾ കാണുന്നത്. ഞാൻ പറയുന്നത് ഇവര് തന്നെ കയറണം, കട്ടമുടിക്കണം, കയറണം, അപ്പോഴേ ജനങ്ങൾ പഠിക്കുള്ളൂ. വെയിലിലും മഴയിലും അലഞ്ഞു നടക്കുന്ന ആശാവർക്കർമാര് അവിടുത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മണ്ണിൽ തൊട്ട് അവർ ശപിച്ച ഒരു ശാപമുണ്ട്. നീ ഒന്നും ഒരു കാലത്തും രക്ഷപ്പെടില്ലടാ, നിന്റെയൊക്കെ പരമ്പര പോലും രക്ഷപ്പെടില്ലടാ എന്ന് പറഞ്ഞ് ശപിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? ഒരു ജനങ്ങൾ ഏതെങ്കിലും മന്ത്രിമാരെ ആക്ഷേപിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ചീത്ത പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. ഇയാള് നാണം ചോണിയുണ്ടോ? ചെവി തുറന്ന് കേക്ക്. ഇതൊന്നും PR വർക്കുകളല്ല. ഈ പറഞ്ഞതുപോലെ അനുഭവിക്കുന്നവന്റെ കടന്ന് ദുരിതത്തിൽ എഴയുന്നവരുടെ പ്രതികരണമാണ്. ജനവിരുദ്ധ വികാരവും നല്ല ഇതിനെ പറയുന്നത് അല്ലേ? സർക്കാർ വരണമെന്ന് അതിതീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണമാണ്. ആണോ? ഇയാള് നാണം ചോണിയുണ്ടോ? നാണം ഉണ്ടോ എന്നാ ചോദിക്കുന്നത്. മാധ്യമങ്ങൾ ഓരോ വാർത്തകളൊക്കെ കൊടുക്കുമ്പോൾ മാധ്യമ വേട്ടയാടലാണ്, മാധ്യമങ്ങൾക്ക് പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്, അജണ്ടകളുണ്ട് എന്നൊക്കെയല്ലേ പറയുന്നത്. ഇവരൊക്കെ അന്നന്ന് എന്തെങ്കിലും വേല ചെയ്ത് ആ കൂലി കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. ആരെയും തട്ടിച്ചും പറ്റിച്ചും ഊഞ്ഞാലാട്ടിയും ജീവിക്കുന്ന മനുഷ്യരല്ല. അവർക്കതുകൊണ്ട് നിവർന്നു നിന്ന് പറയാനുള്ള ശബ്ദമുണ്ടാകും. ആ ശബ്ദത്തിനൊരു പവർ വരും. അവർക്കാരെയും ഭയക്കേണ്ട കാര്യമില്ല. കാരണം കൈയിട്ട് വാരി അഴിമതി നടത്തിയും പരമ്പരകൾക്ക് ജീവിക്കാനുള്ളത് നാട്ടുകാരെ ഊറ്റി ഉണ്ടാക്കുകയല്ല അവർ. പറഞ്ഞാവിനാണ് തൊലിക്കട്ടി, പറഞ്ഞാവിന്റെ തൊലിക്കട്ടിയാണ്. അതിനെ ചെത്തിയാലും അടിച്ചാലും അത് മൂത്ത് വലിച്ചെടുക്കാൻ പാടില്ല. അതേപോലത്തെ ഒരു ജന്മമാണ്. ഇതിനപ്പുറം കേട്ടുകൊണ്ട് ആ കസേരയിൽ ഇരിക്കണമെങ്കിൽ എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും നാണം കെട്ടും പണം ഉണ്ടാക്കിയാൽ നാണക്കേടാ പണം മാറ്റിടുമെന്ന് പറയും. ഈ ഒരു നാറ്റം ഉണ്ടല്ലോ, എത്ര കാലം എന്തുണ്ടാക്കിയെന്ന് പറഞ്ഞാലും നല്ലപോലെ ജീവിക്കുന്ന സമൂഹത്തിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നന്നായിട്ട് നല്ല ജോലി ചെയ്ത് സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ മുന്നിൽ ഈ നാറ്റം ഒരിക്കലും മാറില്ല, അംഗീകരിക്കുകയില്ല. പണ്ട് പറഞ്ഞാവിന്റെ തൊലി അതേപോലത്തെ ഒരു ജന്മമാണ്. കാര്യം ഒരുവിധപ്പെട്ട ഈ ജനങ്ങളുടെ അമർഷവും ഇതൊക്കെ കാണുമ്പോഴേ, അല്ലെങ്കിൽ ജനങ്ങൾ തീരെ നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല, ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല, അവർക്കൊട്ടും നമ്മിൽ സംതൃപ്തി ഇല്ല എന്ന് കണ്ടാൽ രാജിവെക്കുക എന്നൊക്കെ ഉള്ളത് ഏറ്റവും മിനിമം മര്യാദയുള്ള ഒരുത്തൻ ചെയ്യുന്ന കാര്യമാണ്. അതും ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് വേണേ ആളുകൾ പറഞ്ഞോ, എനിക്ക് എൻ്റെ കീശ നിറയ്ക്കണം, എനിക്ക് എൻ്റെ കുടുംബത്തെ വികസിപ്പിക്കണം, കീശ വികസന കോർപ്പറേഷൻ, കുടുംബ വികസന കോർപ്പറേഷൻ, അതാണ് ലക്ഷ്യം. അയ്യപ്പൻ എന്ന് പറയുമ്പോൾ എല്ലാ ജനങ്ങളും പോണേണ്, അവിടെ ആരും വേർതിരിപ്പില്ല. ഈ കള്ളം ചെന്ന് അത് മോട്ടിക്കാൻ പോയേ. ജാതി മതവും നോക്കാതെ ആളുകൾ പോകുന്ന വിശ്വസിക്കുന്ന ഒരിടമാണ് ശബരിമല. അവിടെ കയറി എന്ന് മോട്ടിച്ചോ, അവിടെ കയറി കന്നന്തിരിവ് കാണിച്ചോ
അന്ന് തുടങ്ങി കൈവയ്ക്കുന്നതെല്ലാം നാശം. ഇതൊന്നുമല്ല, ഇനി കാണാൻ പോകുന്ന പൂരം പറയുകയും വേണ്ടല്ലോ. ജനങ്ങളെ മണ്ടരാക്കാൻ വേണ്ടി എത്ര രഹസ്യമായിട്ട് എന്ത് പ്ലാൻ ചെയ്താലും അത് ജനങ്ങളുടെ മുന്നിൽ അതുപോലെ വെളിപ്പെടും. എവിടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പഴുതുകൾ അവശേഷിച്ചിരിക്കും ജനങ്ങളിലേക്ക് സത്യം എത്താൻ. ഓരോരുത്തന്മാരായിട്ട് കടപുഴകി വീണുകൊണ്ടിരിക്കുകയല്ലേ. ഏതെങ്കിലും ഒരുത്തനെ കുറിച്ച് നാട്ടിലേതെങ്കിലും ഒരു ജനത്തിന് ഈ അന്തം കമ്മികൾക്കല്ലാതെ, അതും അവശേഷിക്കുന്ന വളരെ കുറച്ച് അന്തം കമ്മികൾക്കല്ലാതെ ഒരു നല്ല അഭിപ്രായം പറയാനുണ്ടോ? എന്നിട്ട് ഇതിന്റെ താഴെ വന്ന് കുറെ നാണം കെട്ട അന്തങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങി കാണും, അത് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയതാണെന്ന്. നാണം കെട്ട ചെറ്റകളെ. ഇവരുടെ ആരുടെയും കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നതല്ല. 1000 രൂപ ഔദാര്യം പോലെ ഇപ്പം പെൻഷൻ വരുന്ന ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടിട്ട് കൊടുക്കുന്നു. അത് എത്ര പേർക്ക് കിട്ടിയെന്ന് ആർക്കറിയാം. അത് തിന്നിട്ട് ഇത് തന്നെയാണ് ആ MM മണി എന്ന് പറയുന്ന ഒരുത്തൻ പറഞ്ഞത്, ജനങ്ങൾ നന്ദികേട് കാണിച്ചെന്ന്. അതിന്റെ മറുപടി ഞാൻ അന്നേ കൊടുത്തയാ. ഇവരുടെയൊക്കെ വീട്ടിൽ നിന്നാണല്ലോ മാസം പൈസ കൊണ്ട് പിരിവിട്ട് അവർക്ക് തിന്നാനുള്ള പൈസ നമുക്ക് ദാനമായിട്ട് തരികയാണല്ലോ. നമ്മൾ അവരുടെ ഔദാര്യം പറ്റാൻ വേണ്ടി വഴി നിൽക്കുന്ന പിച്ചക്കാരാണല്ലോ. എന്നിട്ട് ഉറച്ചു നിന്ന് കാര്യങ്ങൾ പറയുന്ന പെണ്ണുങ്ങളെ ഏതാണ് ഈ രണ്ടും കെട്ടവള്, ഏതാണ് ഈ താടക, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ആരെങ്കിലും ഈ കണ്ണി കാണുന്ന കന്നന്തിരിവുകളെയൊക്കെ വിമർശിച്ചാൽ ചോദിക്കുന്നത്, നീയൊക്കെ കോൺഗ്രസ്സുകാരൻ്റെ നിന്ന് എത്ര വാങ്ങിച്ചു, BJP-കാരൻ്റെ നിന്ന് എത്ര വാങ്ങിച്ചു, എത്ര കിട്ടി നിനക്ക് ഇതൊക്കെ സംസാരിക്കാൻ? ജനങ്ങളുടെ പ്രതിരോധം ജനങ്ങളുടെ അനുഭവങ്ങളാണ്. അവരുടെ നാവിലൂടെ അത് പുറത്തു വരുന്നതാണ് അവരുടെ പ്രതിരോധം എന്ന് പറയുന്നത്. എന്നിട്ട് കുറേ വിവരദോഷികൾ പറയുകയാണ്, അന്തങ്ങൾ ഇപ്പം വലിയ തെറിയൊക്കെ എൻ്റെ വായി വരുന്നുണ്ട്, നിയന്ത്രിക്കുകയാണ്. എന്താ ഇവളെ പോലുള്ളവർ പ്രളയം വന്നപ്പോൾ എൻ്റെ ഇതുപോയ പച്ചത്തെറിയാണ് എഴുതിയിരിക്കുന്നത്. പച്ചയ്ക്ക് വെറും സ്ത്രീകളുടെ അവയവങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ നിലവിളിച്ചപ്പോൾ ഈ പറഞ്ഞ പിണറായിയെ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. പിണറായി എവിടുന്നെടുത്താണ് കൊടുത്തത്? കുറേ തവണ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ ഇങ്ങനെയുള്ള നാറിയ കമൻറ്റുകൾ കാണുമ്പോഴുണ്ടല്ലോ, അന്നും വന്നിരുന്ന് അവിടെ കിടന്ന് മനുഷ്യർ ദുരിതത്തിൽ കിടക്കുമ്പോഴും ഇനി ഒന്നും വേണ്ട, ഇനി പൈസ മതി, ആരും സാധനങ്ങളും ഫുഡും ഒന്നും ഇങ്ങോട്ട് അയക്കണ്ട, തുണിയും മണിയൊന്നും വേണ്ട, ഞങ്ങൾക്ക് കാശ് മതി എന്നവിടെ ഇരുന്ന് പറഞ്ഞ ആളാ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ തന്നെ എത്ര കോടി കിട്ടി? അതിന്റെ ചെലവിന്റെ കണക്കെവിടെ? എവിടെ കിട്ടി? ആർക്കെന്ത് കിട്ടി? പുത്തുമലയിൽ ഇപ്പൊ പണിത് കൊടുത്ത വീടുകൾക്കെല്ലാം ചോർച്ചയും വിള്ളലുമാണെന്നും പറഞ്ഞൊരു വാർത്ത വന്നു. പ്രളയം വന്നപ്പോൾ നേരിടാൻ പിണറായിയേ ഉള്ളായിരുന്നു, കോവിഡ് വന്നപ്പോൾ നേരിടാൻ പിണറായിയേ ഉള്ളായിരുന്നു. ജനങ്ങൾ അത്രയും ഏത് സർക്കാരാണോ ഇവിടെ ഭരിക്കുന്നത് അവർക്കൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ്, സഹകരിക്കുന്നത് കൊണ്ടാണ് വലിയ വലിയ പ്രശ്നങ്ങൾ, വലിയ വലിയ ദുരന്തങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് നമുക്കതിനെ നേരിടാൻ പറ്റിയത്. ജനങ്ങൾ സഹകരിച്ച് അത്രയും പോലും ഈ നേതാക്കന്മാർ സഹകരിച്ചോ? ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളും സുഖിക്കുന്നത് നേതാക്കന്മാരും അല്ലേ? എന്നിട്ട് നിങ്ങൾ എന്താ തൊഴിലാളി വർഗ പ്രസ്ഥാനമാണെന്ന് പറയുന്നത്? സ്ത്രീകൾക്കൊപ്പമാണ്, സ്ത്രീകൾക്ക് 1000 രൂപ കൊടുക്കുന്നുണ്ട്, സ്ത്രീകൾക്ക് എന്ത് വന്നാലും വേദനിക്കുന്നത് സഖാക്കളുടെ മറ്റിടത്താണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ബാറുകളുടെ പ്രവർത്തന സമയം 12 മണി വരെ ആക്കിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്നിട്ട് ആ ഉത്തരവാദിത്തപ്പെട്ട കള്ളുവകുപ്പ് മന്ത്രി എന്താ പറഞ്ഞെന്നറിയാമോ? നമ്മൾ സമയം കൂട്ടും, കുടിക്കാതിരിക്കേണ്ടത് കുടിയന്മാരാണെന്ന്. കൊള്ളാം, നല്ല ലോജിക്കല്ലേ? മദ്യവർജനമാണ് നമ്മുടെ നയം വ്യക്തമാണെന്നാണ് പറയുന്നത്. മദ്യം ഇവിടെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പുതിയ പുതിയ ബാറുകൾക്ക് അനുമതി കൊടുത്തുകൊണ്ടും നിലവിലുള്ള ബാറുകളുടെ സമയം ദീർഘിപ്പിച്ചുകൊണ്ടും ഒക്കെയാണ് ഞങ്ങൾ മദ്യവർജനം എന്ന നയം നടപ്പിലാക്കുന്നത്. എന്ത് പോക്കൃത്തരം കാണിച്ചാലും മിണ്ടാതെ നിന്ന് കാല് നക്കി കൊടുക്കുകയും നേരിട്ട് വായിന്ന് അടുത്ത് നിന്ന് ആട്ട് കേട്ടിട്ടും അയ്യോ എന്നെ ആട്ടിയില്ലായിരുന്നു, കണ്ടവർക്ക് തോന്നിയതാ എന്ന് പറയുകയൊക്കെ ചെയ്യണമെങ്കിൽ അത് ഒട്ടുമില്ലാത്ത കമ്മികളായിരിക്കണം, വെറും കാലുനക്കികളായിരിക്കണം. എല്ലാ ജനങ്ങളും, കേരളത്തിലുള്ള എല്ലാ വോട്ടർമാരും കാലുനക്കികളല്ല. അതുകൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ ഞങ്ങൾ പറഞ്ഞിരിക്കും. അത് പറയുമ്പോൾ നിനക്കൊക്കെ എവിടെങ്കിലും നോവുന്നുണ്ടെങ്കിൽ ആ നോവുന്നിടത്ത് നമ്പർ 1 ആരോഗ്യ മേഖലയിൽ കിട്ടുന്ന വേദന സംഹാരികളുണ്ടല്ലോ, അത് വാങ്ങിച്ചങ്ങ് അമക്കിക്കും.